ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷിതയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇഷിതയും മഹേഷും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ്. നമ്മുടെ കൈലാസിനെ കുറിച്ച് മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അവൻ്റെ ഏതായാലും കള്ളത്തരമാണെന്ന് ആർക്കും കണ്ടെത്താൻ സാധിക്കുന്നൊരു കാര്യമാണല്ലോ. അവൻ പുതിയൊരു വേഷം കെട്ടിയിരിക്കുന്നു, സാമ്യാരെന്ന വേഷം. പക്ഷേ അതെല്ലാം വെറും തട്ടിപ്പാണല്ലോ ഇഷിത. അത് പിന്നെ പറഞ്ഞറിയിക്കാനുണ്ടോ? അപ്പോൾ നമ്മുടെ ചിപ്പി ചോദിക്കുകയാണ്, അല്ല എന്തിനാണ് കൈലാസ് അങ്കിൾ ഇങ്ങനെ സാമ്യവേഷം കെട്ടിയിരിക്കുന്നത്? അതൊക്കെ ഉണ്ട് മോളെ, അതൊക്കെ വെറും കള്ളത്തട്ടിപ്പാ, അയാൾ വെറും കള്ളനാണ് എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ട് ഇഷിതയാണെങ്കിൽ മഹേഷെ വേണ്ട, കുട്ടികളുടെ മനസ്സിലേക്ക് അങ്ങനെ മുതിർന്ന ആൾക്കാരെ കള്ളനെന്നും താൻ തോന്നിയെന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് പാടില്ല. പിള്ളേരുടെ മനസ്സല്ലേ, അവരുടെ മനസ്സ് പെട്ടെന്ന് മാറിപ്പോകും. അതുകൊണ്ട് അതൊന്നും വേണ്ട. എൻ്റെ ദൈവമേ, ഇതാരാണ് ഈ വന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ചിപ്പി പറയാണ്, ഞാനേ ഇന്ന് ഇഷാദേ എന്ന് വിളിച്ചു ഏട്ടനെ. എന്നിട്ട് അവൻ എന്ത് മറുപടി പറഞ്ഞു? പക്ഷേ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എനിക്കത് സഹിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നീട് കൂടുതലൊന്നും പറഞ്ഞില്ല. ഇഷാദെ നിന്നെ വിളിച്ചു പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ഏട്ടൻ പോവുക ചെയ്തത്. ഒന്നും സാരമില്ല, നമുക്ക് ഏട്ടൻ്റെ മനസ്സ് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാമെന്ന് ചിപ്പിക്ക് വാക്ക് കൊടുക്കുകയാണ് മഹേഷും അതേപോലെ തന്നെ ഇഷിതയും കൂടി ചേർന്നുകൊണ്ട്. പക്ഷേ അതിനേക്കാളും വലിയൊരു പ്രശ്നമാണല്ലോ ഈ കൈലാസ്. അങ്ങനെ വീട്ടിൽ കൈലാസ് ഇങ്ങനെ പൂജ നടത്തുകയാണ്. ആ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൈലാസ് പറയുകയാണ്, അതെ എനിക്കിന്ന് പുറത്തൊരു പൂജയുണ്ടെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിയും ഈ മഞ്ജിമയും ഇങ്ങനെ ഞെട്ടിപ്പോവാണ്. ഇതെന്താ പുറത്ത് പൂജയുണ്ടെന്നോ? അല്ല എടാ, നീ ഇങ്ങനെ പൂജാരിയായ കാര്യമൊന്നും ആർക്കും അറിയില്ലല്ലോ, പിന്നെന്താ പുറത്ത് പൂജയുണ്ടെന്ന് പറഞ്ഞത്? പുറത്തുനിന്ന് ആരാണ് പൂജയ്ക്ക് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ഇതെല്ലാം ദൈവനിശ്ചയമാണ്. ഞാനേ ഒരു ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ ബീച്ചിലിരുന്ന ശേഷം ഒരു കാർന്നവരെൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് ഇത്രയും മാത്രം പറഞ്ഞുള്ളൂ, വാ പോകാൻ സമയമായെന്ന്. ഞാൻ പിന്നീട് ഒന്നും ആലോചിച്ചില്ല. ഞാൻ ഇയാളുടെ പിന്നാലെ നടന്നു. പക്ഷേ ഇയാളുടെ പിന്നാലെ നടന്ന് ഇയാൾ നേരെ കൊണ്ട് എന്നെ ചെന്ന് നിർത്തിയത് നേരെ പഴനിമല മുരുകൻ്റെ അടുത്താ, പഴനിയിൽ തന്നെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിക്ക് ഭയങ്കര സന്തോഷം. കാരണം മുരുകൻ്റെ ആളാണല്ലോ സ്വപ്നവല്ലി. ആ ഒരു സന്നിധാനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് മുഴുവനും മാറിയമ്മേ. ഞാൻ വല്ലാത്തൊരു പുതിയൊരാളായി മാറുകയായിരുന്നു ചെയ്തത്. അതെല്ലാം ദൈവനിശ്ചയമാണെന്ന് വേണ്ടേ കരുതാനായിട്ട്. എൻ്റെ കൈലാസേ, നീ ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് മേലിങ്ങനെ കുളിർന്ന് കയറുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ മഞ്ജിമയാണെങ്കിൽ, എന്നാലും കൈലാസേട്ടന് ഇത്രയും വലിയ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ, ഇനി വലിയ ആളായി മാറും, കണ്ടോ എന്ന് പറയുക. ഇതെല്ലാം നമ്മുടെ കൈലാസിൻ്റെ വെറും അടവ് മാത്രമാണ്. പിന്നീട് കാണിക്കുന്നത് ഈ സുചിത്ര അടുത്തേക്ക് നേരെ കൂട്ടുകാരത്തി വരികയാണ്. അപ്പോൾ കൂട്ടുകാരത്തി വന്നിട്ട്, കാര്യങ്ങളെല്ലാം അറിഞ്ഞോ? ആ കൈലാസം അവിടെ കിടന്ന് വലിയ ആൾ കളിക്കുക, പക്ഷേ അയാൾ വെറും കള്ളത്തരമാണെന്ന് ശരിക്ക് കണ്ടാലറിയാം. അത് ഇഷിതേച്ചി പറഞ്ഞു, അയാൾ ഫുൾ കള്ളത്തരം കാണിക്കണമെന്ന്. ഇപ്പം പുതിയ വേഷം കെട്ടിയല്ലേ വന്നിരിക്കുന്നത്, നമ്മുടെ സാമിയാരുടെ വേഷം. പക്ഷേ അതൊന്നും വില പോകാനായിട്ട് പോകുന്നില്ല. എന്നാലും അയാൾ എന്തു ഭാവിച്ചായിരിക്കും? അയാൾ എന്തോ മനസ്സിൽ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഇങ്ങനൊരു വേഷം കെട്ടാനായിട്ട് അയാൾ മുൻകൂട്ടി ഇറങ്ങി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുചിത്രയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ആരാ സുചിത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെൻ്റെ ഒരു ഫ്രണ്ടാ. എങ്കിൽ പിന്നെ എടുത്തൂടെ ഫോണ്? അതൊന്നും ശരിയാവില്ല, ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിനാണെങ്കിലോ വിളിക്കണത്. എന്നിട്ട് എടുത്തിട്ട് പറ, എനിക്കിപ്പോൾ കുറച്ച് തിരക്കാണ്, ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറ. അപ്പോൾ ആ കൂട്ടുകാരത്തിക്ക് സമാധാനം ആവുമല്ലോ. ആ ഫ്രണ്ടിനെ ഞാൻ കുറച്ചായിട്ട് കട്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അത് വേണ്ട, നിൻ്റെ മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു, ഞാൻ ഏതായാലും പോവാ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരത്തി നേരെ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുചിത്രയ്ക്ക് ഭയങ്കര സങ്കടം. കാരണം വിളിച്ചത് വിനോദായിരുന്നു. അപ്പോൾ വിനോദാണെങ്കിൽ ഒരു സ്ഥലത്തിരുന്നിട്ട്, എന്താ സുചിത്രേ, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എൻ്റെ ഫോണൊന്നും നിനക്ക് എടുത്തൂടെ? ഞാൻ എത്രമാത്രം സങ്കടത്തിലാണെന്ന് അറിയാവോ? മനസ്സ് കിടന്ന് വെങ്ങുകയാണ് സുചിത്രേ എന്ന് പറയുക. സുചിത്രയ്ക്കും അതേപോലെ തന്നെ മനസ്സിലിങ്ങനെ സംസാരിക്കണം, വിനോദ് എന്നോട് ക്ഷമിക്കണം, കാരണം ഞാനൊരു വല്ലാത്ത സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ പിരിഞ്ഞേ മതിയാവുള്ളൂ. ഇനി നമ്മൾ രണ്ടുപേരും രണ്ട് ദിക്കിലേക്കാണ് സഞ്ചരിക്കേണ്ടത്, അത് നീ ഓർക്കേണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ
മനസ്സിൽ ചിന്തിക്കുകയാണ്. പക്ഷേ പിന്നീട് കാണിക്കുന്നത് കൈലാസിൻ്റെ യഥാർത്ഥ മുഖമാണ്. കൈലാസും അവിടെ ആകാശ് മേനോനും കൂടി ഇരുന്ന് ഭയങ്കര മദ്യം കുടിക്കലും ചിക്കൻ വലിച്ചു കീറി തിന്നലൊക്കെയാണ്. അപ്പോൾ ഈ കൈലാസ് ഇങ്ങനെ ചിക്കൻ വലിച്ചു കീറി തിന്നു കഴിഞ്ഞപ്പോഴേക്കും, ഓ എൻ്റെ ദൈവമേ, എത്ര നാളായെന്നറിയാവോ ഞാനിങ്ങനെ ഒരു ചിക്കൻ പീസ് കഴിച്ചിട്ട്. മാംസങ്ങളൊന്നും കഴിക്കാത്തൊരു സന്യാസിയല്ലേ ഞാൻ. അപ്പം പിന്നെ എനിക്കിതെല്ലാം ചെയ്യാനായിട്ട് പറ്റുമോ? അവിടെ നിന്ന് ചാടി ഇറങ്ങിയത് ഇതേപോലെ കഴിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖമുണ്ട്. ആ എടാ കൈലാസേ, നിന്നെ ഞാൻ പിന്നെ ജാമ്യത്തിലിറക്കിയത് അതിനു വേണ്ടി തന്നെയാണല്ലോ. ചില കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണല്ലോ എന്ന് പറയാ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൈലാസ് ആ ഒരു കാര്യം ആലോചിക്കുകയാണ്. കാരണം ഈ ആകാശ് മേനോൻ കൈലാസിനെ ജാമ്യത്തിലിറക്കിയതും അതിനുശേഷം തൻ്റെ മനസ്സിലെ ലക്ഷ്യം പറഞ്ഞതും. അപ്പോൾ കൈലാസും അവിടെ അങ്ങനെ സംസാരിക്കുകയാണ്. അതെ, എൻ്റെയും ഇത് ഇഷിത തന്നെയാണ്. എൻ്റെ മനസ്സിലെ ഒരു ലഹരിയാണ് ഇഷിത. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഏതറ്റം വരെയും പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാടാ. കാരണം നിൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാം. എൻ്റെ ഏക ശത്രു മഹേഷാണ്. മഹേഷിനെ എനിക്ക് അടിച്ച് താഴ്ത്തിടണം. അതിനുവേണ്ടി നീ എൻ്റെ കൂടെ നിന്നേ മതിയാവുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഏത് കാര്യത്തിനും ഞാൻ കൂടെ നിൽക്കാം, എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി. എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോ, നീ കുറച്ച് ദിവസത്തേക്കൂടെ മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ ഒരു ഡീല് വെച്ചിട്ടാണ് അവരവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പോഴേക്കും ഈ ആകാശ് മേനോൻ നേരെ ഈ കൈലാസിനോട് പറയുകയാണ്, എടാ കൈലാസേ, ഞാൻ പറഞ്ഞല്ലോ മഹേഷ് അവൻ എൻ്റെ ശത്രുവാണ്. അവൻ എങ്ങനെയെങ്കിലും അടിച്ച് താഴെ ഇടണം. അതിന് നിന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എനിക്കറിയാം ആകാശ് മേനോൻ, തൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതിനു വേണ്ടി ഏതറ്റം വരെയും പോകാനായിട്ടും ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ ഓരോരോ പെണ്ണുള്ളൂ, അത് ഇഷിത. ഇഷിതയെ കാണുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും കൺട്രോൾ പോകാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇഷിതയെ കയറി പിടിച്ചതും അതിനുശേഷം ഞാൻ ജയിലിലായതും ഒക്കെ. അതൊന്നും ഈ കൈലാസിന് വലിയ കാര്യമല്ല. പക്ഷേ ഇഷിതയെ വിട്ടുകളയാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല ആകാശ് മേനൻ. ഇത് കേട്ട ആകാശാണെങ്കിൽ, മഹേഷിൻ്റെ ആദ്യ ഭാര്യയെ തട്ടിയെടുത്ത ഒരാളാണ് ഞാൻ. അപ്പം പിന്നെ രണ്ടാമത്തെ ഭാര്യയെയും നിനക്ക് തട്ടിയെടുത്ത് തരാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ലെന്നേ. അപ്പോഴേക്കും നമ്മുടെ കൈലാസം അവിടെ സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എനിക്ക് അച്ഛനെ ഒന്ന് സോപ്പിടണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പഴനിയിലേക്ക് പോയതും അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്നതും ഒക്കെ അതിനുവേണ്ടി മാത്രമാണ്. അച്ഛൻ കഴിഞ്ഞാൽ മാത്രമേ എനിക്കവിടെ നിൽക്കാനായിട്ട് വകുപ്പുള്ളൂ. അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി എന്നെ അടിച്ച് പുറത്താക്കും. ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കണം. ഇനി അവിടെ പിടിച്ചു നിന്ന് നിന്നെ ആൾക്കാരെല്ലാം വിശ്വസിച്ച് തുടങ്ങിയോ? ഈഷിതയ്ക്ക് മാത്രം കുറച്ച് സംശയം, അതൊന്നും കുഴപ്പമില്ല. ബാക്കി എല്ലാവരും ദേ ഈ സാമിയാരുടെ കാൽക്കലിങ്ങനെ വീണ് കിടക്കുകയല്ലേ എന്നൊക്കെ സംസാരിക്കുകയാണ്. എൻ്റെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇഷിത നിനക്ക് പിന്നെ സ്വന്തമായിരിക്കും. ജീവിതകാലം മുഴുവനൊന്നും അവളുടെ കൂടെ കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ എന്നാലും അവളെൻ്റെ ഒരു ലഹരിയായി പോയതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് മാത്രം അതൊക്കെ നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും എന്നിങ്ങനെ ഈ ആകാശ് മേനോനും കൈലാസും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കൈലാസ് നേരെ ഫ്ലാറ്റിലേക്ക് വരിക. അപ്പോൾ ഇയാളാണ് കുടിച്ചും തിന്നിട്ടൊക്കെയാണല്ലോ വരുന്നത്. ഇപ്പം മദ്യത്തിൻ്റെ മണം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇയാളാണെങ്കിൽ ആ മണം വരാതിരിക്കാൻ വേണ്ടി കുറച്ച് വായിലേക്ക് എന്തൊക്കെയോ ഒഴിച്ചിട്ട് അവിടെ തുപ്പിക്കളയുകയാണ്. എന്നിട്ട് മണം അങ്ങോട്ട് മാറുന്നില്ലല്ലോ. പക്ഷേ എന്ത് ചെയ്യാം, അവിടെ പോയി കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോൾ ഇഷിതയോട് ഈ രാമൻ പറയുകയാണ്, മോളെ നീ ഒന്ന് വാതിൽ പോയി തുറന്നേ. വാതിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും നിൽക്കുന്നു കൈലാസ്. അപ്പോൾ കൈലാസ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഇഷിതയ്ക്ക് ആ ഒരു മണം വന്നു, മദ്യത്തിൻ്റെ മണം. അല്ല, ഏതോ ഒരു പൂജയ്ക്ക് പോയെന്നൊക്കെയാണല്ലോ അറിഞ്ഞത്. എന്നിട്ട് പൂജ വലിയ ഗംഭീരമായിട്ട് നടന്നോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ കൈലാസിന് കാര്യം മനസ്സിലായി, ഇഷിതയ്ക്ക് മണം കിട്ടിയതെന്ന്. അപ്പോൾ കൈലാസിൻ്റെ ഭാര്യ മഞ്ജിമ അങ്ങോട്ട് വരികയാണ്. എന്തായി കൈലാസേട്ടാ, പൂജയെല്ലാം നടന്നോ, പൂജയെല്ലാം കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ പൂജയെല്ലാം കഴിഞ്ഞു, അതിൻ്റെ പ്രസാദം ഉണ്ടല്ലോ ഇതിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസാദം കൊടുക്കുക. പക്ഷേ നമ്മുടെ ഇഷിതയ്ക്ക് അത്ര വിശ്വാസം ആയില്ല. അല്ല, എവിടെയാണാവോ പൂജ നടന്നത്, അതൊന്ന് പറയാവോ, ആരാണാവോ വിളിച്ചത്, എന്ത് പൂജയായിരുന്നു എന്നൊക്കെ ഓരോ ചോദ്യങ്ങളും. പക്ഷേ കൈലാസ് അവിടെ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ നമ്മുടെ രാമൻ എണീറ്റ് വന്നിട്ട്, കൈലാസേ നിൻ്റെ ഈ ഭക്തിമാർഗവും ഒക്കെ നല്ല കാര്യം തന്നെയാണ്, വീട്ടിലുള്ള പൂജയും ഭക്തിമാർഗവും ഒക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ആ പൂജ നടത്തുന്നത് അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് പണത്തോട് കൂടുതൽ അടുപ്പിക്കുന്നൊരു കാര്യമാണ്. നമുക്ക് ആ ഒരു ഏർപ്പാട് വേണ്ട, അത് ശരിയാവില്ല എന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇഷിത നല്ല കൊട്ടു കൊടുക്കുകയാണ്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ,
ചില കാര്യങ്ങളൊക്കെ പൂജാദ്രവ്യത്തിൻ്റെ നല്ല മണങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാ എപ്പോഴെൻ്റെ കൈലാസേട്ടൻ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്? ഓ, ഞാൻ കളിയാക്കിയതെന്നല്ലേ, ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇഷിത പോയി കഴിഞ്ഞപ്പോഴേക്കും കൈലാസിനോട് ചോദിക്കുകയാണ്, ഇവളെന്തൊക്കെയാണ് പറയുന്നത്? കൈലാസേട്ടൻ ദേ പൂജയ്ക്ക് തന്നെ പോയല്ലേ? എൻ്റെ ദൈവമേ, ഇനി എന്തെങ്കിലും വാ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യത്തിൻ്റെ മണം വരും, അതുകൊണ്ട് അത് വേണ്ട എന്നും പറഞ്ഞ് ഇവൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുക. ഇതേ സമയം തന്നെ ആകാശ് മേനോനും ഈ രചനയും കൂടി ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. രചന, നീ എന്താ പറഞ്ഞത്? എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന്. ഇപ്പം കണ്ടില്ലേ, ഈ കൈലാസ് എൻ്റെ മുന്നിൽ തന്നെ വന്നത്. ഇനി കൈലാസിനെ വെച്ചിട്ട് മഹേഷിനിട്ട് പണി കൊടുക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ അവനെ ജാമ്യത്തിൽ ഇറക്കിയത്. അത് പിന്നെ ആകാശ് എന്നോട് പറയാഞ്ഞോണ്ടല്ലേ. ആകാശ് എന്നോട് പറഞ്ഞില്ലല്ലോ ആകാശിൻ്റെ മനസ്സിലെ ലക്ഷ്യം എന്താണെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ആകാശിനെ ഓരോ ചോദ്യങ്ങളും ചെയ്തുകൊണ്ട് നിന്നത് എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി അവിടെ അവതരിപ്പിക്കുകയാണ് ആകാശ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.